ശാന്തി. മെഡിറ്റേഷൻ ആസ് മെഡിസിൻ എന്ന പ്രോഗ്രാം കണ്ടുകൊണ്ട് എൻ്റെ ഒരു കുഞ്ഞനുജത്തി മുഴുവൻ ശരീരത്തെ ഹീൽ ചെയ്യാനുള്ളതായിട്ടുള്ള മെഡിറ്റേഷൻ എന്താണ് എന്ന് പറഞ്ഞു തരുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ആ കുട്ടികൾക്ക് വേണ്ടിയാണ്, അതിനൊപ്പം ഇത് കേട്ടുകൊണ്ട് തൻ്റെ ഹോൾ ബോഡി അഥവാ പൂർണ്ണമായ ശരീരത്തെ ഹീൽ ചെയ്യാൻ വേണ്ടി മെഡിറ്റേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓറ ക്ലീനിങ് മെഡിറ്റേഷൻ എന്നൊരു പ്രോഗ്രാം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടോട്ടൽ ബോഡിക്കുള്ളതായിട്ടുള്ള ഹീലിംഗ് ആണ് അത് നടക്കുന്നത്. എന്നാലും അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ശരീരത്തിലെ ഓരോരോ ചക്രങ്ങളെ കണ്ട് അതിലേക്ക് എനർജി പാസ് ചെയ്ത് അതിലൂടെ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടി കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്കിന്ന് ഹീലിംഗ് മെഡിറ്റേഷൻ പറഞ്ഞു തരികയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തരികയാണ്. നമ്മളൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അഫർമേഷൻ എന്നൊരു സാധനം നമ്മൾ പറയും. എന്ന് വെച്ചാൽ അർത്ഥം ഒരു കാര്യം പലതവണ ആവർത്തിച്ച് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. മന്ത്രങ്ങൾ എന്ന് നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മന്ത്രങ്ങളും മന്ത്രണ എന്ന ശബ്ദത്തിനുണ്ടായതാണ്. മന്ത്രണ എന്ന വാക്ക് ആവർത്തിച്ച് ഉച്ചരിക്കാനുള്ളത് എന്നർത്ഥം. മന്ത്രം മീൻസ് അങ്ങനെ ആവർത്തിച്ച് ഉച്ചരിക്കാനുള്ളതായിരിക്കുന്ന വാക്കിനെയാണ് നമ്മൾ മന്ത്രം എന്നൊക്കെ പറയുന്നത്. അതേപോലെ അഫർമേഷൻ ഇത് മറ്റൊരു സ്റ്റൈൽ ഓഫ് മന്ത്രമാണ്. എന്ന് വെച്ചാൽ അർത്ഥം ഞാനിപ്പോൾ വിചാരിക്കുകയാണ് യെസ് ഐ ആം ഹെൽത്തി എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എൻ്റെ തോട്ട് ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജി ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യപ്പെടും. മീൻസ് ഞാനിപ്പോൾ ഓക്കെ എന്ന് ഞാൻ എൻ്റെ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതോടെ ഒരു ഊർജ്ജം, ഒരു പോസിറ്റീവ് എനർജി ശരീരത്തിലെ എല്ലാ കോശങ്ങളിലൂടെയും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കണം. അയാം ഓക്കെ ഇവ തമ്മിലുള്ളതായിരിക്കുന്ന ഒരു ആനന്ദ നൃത്തത്തിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ അയാം ഓക്കെ എന്ന് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതോടെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും പോസിറ്റീവ് എനർജിയുടെ ഒരു ഫ്ലോ ഉണ്ടാവുകയും ആ എനർജി നമ്മുടെ ശരീരത്തിലെ ഒരു ഹീലിംഗ് എനർജിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് ഏതൊരു തോട്ടിലും എന്നെക്കൊണ്ട് സഹിക്കാനാവുന്നില്ല, എനിക്ക് അത്രയധികം ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള എനർജിയാണ് കൊടുക്കുന്നത്. വേറെ ഒരാളുടെ കാരണം കൊണ്ടാണ് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടാവുക, സ്ട്രെസ് ഉണ്ടാവുക, ടെൻഷൻ ഉണ്ടാവുക, മടുപ്പ് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മതിയും തോന്നിയിട്ടുണ്ടാവുക, പലതും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതെന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഉള്ളിലാണ് എങ്കിൽ ആ രീതിയിലുള്ളതായിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും പാസ് ചെയ്യപ്പെടുകയും എല്ലാവരും പരസ്പരം വികർഷണം നടക്കുകയും ആ വികർഷണത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഹെൽത്തിനെ അത് മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും. എന്ത് സാഹചര്യങ്ങൾ കൊണ്ടാണ് ആ തോട്ട് ഉണ്ടാകുന്നതെങ്കിലും അങ്ങനെ ഒരു തോട്ട് ഉണ്ടാകുന്നത് നമ്മുടെ മൈൻഡിലായതുകൊണ്ട് അതിൻ്റെ നെഗറ്റീവായ ഒരു എനർജി സ്പ്രെഡ് ചെയ്യപ്പെടും നമ്മുടെ ശരീരത്തിലാണ്. അതുകൊണ്ട് കോശങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന ഐക്യത്തിന് പകരം കോശങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന സംഘർഷം ഉണ്ടാക്കുകയും ഇത് നമ്മുടെ ശരീരത്തിനെ അൺഹെൽത്തി ആയിക്കൊണ്ട് അതിൻ്റെ ഊർജം നഷ്ടമാക്കും, ആരോഗ്യം നഷ്ടമാക്കും, പതുക്കെ രോഗഗ്രസ്തമായ അവസ്ഥയിലേക്ക് നമ്മൾ വീഴുകയും ചെയ്യും. അതുകൊണ്ട് ഹീലിംഗ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പെട്ടെന്ന് ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, കാരണം ഞാൻ ആരും കുറ്റം പറയുന്നില്ല, ദേഷ്യം വരുന്നതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കാം, ഓക്കെ ആയിക്കോട്ടെ. പക്ഷേ ദേഷ്യപ്പെട്ടാൽ എനിക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഞാൻ സ്വയം ബോധവാനാണെങ്കിൽ ആദ്യം ആ സന്ദർഭത്തിൽ പറയാം സ്റ്റോപ്പ് ഇറ്റ്. ദേഷ്യപ്പെട്ടാൽ എൻ്റെ ആരോഗ്യം മോശമാവും, സോ സ്റ്റോപ്പ് ഇറ്റ്. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ദേഷ്യം വരുന്നു അപ്പോഴൊക്കെ സ്വയം അവനോട് പറഞ്ഞോളൂ സ്റ്റോപ്പ് ഇറ്റ്. വന്നൊരു സെക്കൻഡ്, അടുത്ത സെക്കൻഡിൽ പറയാം യെസ് ഐ ആം ഓക്കെ, ഞാനൊരു പീസ്ഫുള്ളാണ്. ദേഷ്യം വന്ന് അതിന് ഉടനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്യുക, ഐ എം എ പീസ്ഫുൾ പ്യുവർ സോൾ, ഞാനൊരു ശാന്തസ്വരൂപനായ പവിത്ര ആത്മാവാണ്. ഈ തോട്ടങ്ങ് ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നേരത്തെ ദേഷ്യം വന്നപ്പോണ്ടായ നെഗറ്റീവ് എനർജിക്ക് പകരം ഹൈലി പോസിറ്റീവായിട്ടുള്ള എനർജി സ്പ്രെഡ് ആവും. ഉടനെ അവരുടെ പരസ്പരമുള്ളതായിട്ടുള്ള സംഘർഷം നിന്ന് പരസ്പരം ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന് നമ്മുടെ കോശങ്ങളൊക്കെ തയ്യാറാവും. ഇങ്ങനെ എന്തൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോഴും, ഇനി ദേഷ്യമാവട്ടെ, ദേഷ്യത്തിൻ്റെ വേറൊരു രൂപമാണ് കരച്ചിൽ. എന്താ വെച്ചാൽ എനിക്ക് സങ്കടം വന്നതാ, ദേഷ്യം വന്നതല്ല എന്ന്. അതുകൊണ്ട് കരച്ചിൽ അഥവാ സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും മറ്റ് കാമക്രോധ ലോഭമോഹ അഹങ്കാരാദി ദുർവികാരങ്ങൾ എന്ന് പറയുന്നവരുടെ ലിസ്റ്റിൽ പെട്ടത് എന്ത് വന്നാലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നെഗറ്റീവായിരിക്കുന്ന എനർജിയാണ്. ഇതെല്ലാമാണ് നമ്മുടെ രോഗഗ്രസ്തമായിരിക്കുന്ന ശരീരമാക്കി പതുക്കെ കൊണ്ടുപോകുന്നതും അവസാനം പൂർണ്ണ രോഗികളായിട്ട് മാറുന്നതും. അതുകൊണ്ട് ഹീലിംഗ് മെഡിറ്റേഷന് മുന്നേ ആദ്യം നമ്മൾ ഹീൽ ചെയ്യേണ്ടത് സെൽഫ് അഥവാ ഞാനെന്ന ആന്തരിക വ്യക്തിത്വത്തെയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഞാൻ എന്ന് വെച്ചാൽ
ഈ സാധനമല്ല. ഒന്ന് ചുരുക്കത്തിലൊന്ന് ചിന്തിച്ച് നോക്കി നോക്കിയാൽ നമ്മുടെ കയ്യിലൊരു കർച്ചീഫ് ഉണ്ട്. നമ്മൾ ആ കർച്ചീഫിന് എന്താ പറയുന്നത്? എൻ്റെ കർച്ചീഫ് എന്നാണ് പറയുന്നത്. ഞാൻ കർച്ചീഫ് എന്നാരും പറയാറില്ല. പക്ഷേ ഇത് എൻ്റെയാണ്, ഞാൻ ഈ കർച്ചീഫിൽ നിന്ന് വ്യത്യസ്തമാണ് നമുക്കറിയാം. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നുണ്ട്, എൻ്റെ വീടാണ് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആ വീട് ഞാനാണ് നമ്മൾ ഒരിക്കലും മാനിക്കുന്നില്ല. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു. അതുപോലെ ഈ ദേഹത്തെക്കുറിച്ച് നമ്മളെല്ലാം പറയുന്നത് എൻ്റെ ദേഹം എന്നല്ലേ പറയുന്നത്. എൻ്റെ എന്ന് വെച്ചാൽ ഞാനിതല്ല എന്നർത്ഥം. മീൻസ് ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി, ഈ എക്സ്റ്റേണൽ ആയിരിക്കുന്ന ബാഹ്യമായിരിക്കുന്ന രൂപത്തെ അഥവാ ശരീരത്തെക്കുറിച്ച് പറയുകയാണ് ഇത് എൻ്റെയാണ് എന്ന് വെച്ചാൽ അർത്ഥം ഞാനല്ല, ഇത് എൻ്റെ. ഇപ്പം ഞാൻ എന്ന് പറയുന്നതായിരിക്കുന്ന ആന്തരികമായ വ്യക്തിത്വം, അതിനെയാണ് ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്നത്. ആ വ്യക്തിത്വം ചൈതന്യമാണ്, അത് പ്രകാശമാണ്, അത് പോസിറ്റീവാണ്, അത് ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. സപ്ത ഗുണങ്ങൾ കൊണ്ട് സപ്തവർണ്ണങ്ങൾ തിളങ്ങുന്ന അത്യധികം മനോഹരമായിരിക്കുന്ന ഒരു പ്രകാശ നക്ഷത്രമാണ് നമ്മളാകുന്ന ആത്മാക്കൾ. അതുകൊണ്ട് മെഡിറ്റേഷന് വേണ്ടി പ്രത്യേകിച്ചും നിങ്ങൾ ഹീലിംഗ് മെഡിറ്റേഷൻ ഉപയോഗിക്കുമ്പോൾ ആ വിഷ്വലൈസേഷൻ ടെക്നിക്കിൽ ഉപയോഗിക്കേണ്ടത് സപ്തവർണ്ണങ്ങളിൽ തിളങ്ങുന്ന ഒരു ആത്മ അഥവാ 7 വർണ്ണങ്ങളും. ചിലർ പറയും എനിക്ക് അങ്ങനെ 7 വർണ്ണങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, വേണ്ട. എന്നാലും നല്ല വെള്ള വെളിച്ചത്തിൽ ആകാശത്ത് പകൽ നിറത്ത് നമ്മൾ ഒരു 12 മണി സമയത്തൊക്കെ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ മേഘങ്ങൾ ഒരു വലിയ വെളിച്ചം നമുക്ക് കാണാം, നല്ല വെളിച്ചമുള്ള ദിവസമാണെങ്കിൽ. അതുപോലൊരു വലിയ വെളിച്ചത്തിൽ തിളങ്ങുന്ന ഒരു ദിവ്യമായ നക്ഷത്രം പോലെ ഈ ഭ്രൂമധ്യത്തിൽ ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളിലായിട്ട്, അവിടെ നിന്ന് ഉള്ളിൽ കാണാൻ പറ്റില്ലെങ്കിൽ പോട്ടെ, പൊട്ട് തൊടുന്ന സ്ഥാനത്തൊരു നക്ഷത്രം ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് തിളങ്ങുന്നതായിട്ട് കാണുക. ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് ഉള്ളിൽ നമ്മുടെ ഹൈപ്പോ തലാമസിൻ്റെ ആരംഭത്തിലാണ് ഇതിൻ്റെ ഒറിജിനലായിരിക്കുന്ന സ്ഥാനം, ആജ്ഞാചക്രത്തിൽ. അതുകൊണ്ട് അവിടെ ഒരു നല്ല വെള്ളി നക്ഷത്രം തിളങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് എല്ലാ ഗുണങ്ങളുടെയും സാഗരായിരിക്കുന്ന ഭഗവാനെ അഥവാ ആ പരമമായിരിക്കുന്ന ശക്തിയെ, പരമാത്മാവിനെ മറ്റൊരു പ്രകാശ നക്ഷത്രമായിട്ട് നമ്മുടെ തലയ്ക്ക് മേലേക്ക് വിളിക്കുക. ഇന്ന് നമ്മുടെ അകക്കണ്ണുകൊണ്ട്, ഈ കണ്ണുകൊണ്ട് നമുക്ക് ആത്മാവിനെയും കാണാൻ സാധ്യമല്ല, പരമാത്മാവിനെയും കാണാൻ സാധ്യമല്ല. ആത്മാവിനെയും പരമാത്മാവിനെയും കാണണമെങ്കിൽ അകക്കണ്ണുകൊണ്ട് കാണണം. കാരണം ഈ ലോകത്ത് പഞ്ചതത്വങ്ങളാൽ നിർമ്മിച്ചൊരു വസ്തുവിനെ മാത്രമാണ് മനുഷ്യന്മാർക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് ശാസ്ത്രം ആത്മാവിനെ കണ്ടെത്താൻ വേണ്ടി എന്തൊക്കെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടും അതിനെ കാണാൻ സാധ്യമല്ല. ഞാൻ വായിച്ചിട്ടുണ്ട് 1969 റഷ്യയിൽ ശാസ്ത്രജ്ഞന്മാർ മരിക്കാറായ ഒരാളെ ഒരു ഗ്ലാസിൻ്റെ റൂമിൽ അടച്ചു എന്നും അവിടേക്ക് യാതൊരു രീതിയിലുള്ള എയർ പോലും കടക്കാത്ത രീതിയിലുള്ളതായിരിക്കുന്ന ഒരു റൂമിലാക്കി മാറ്റി. അയാൾ മരിക്കുന്ന സമയത്ത് ആ ഗ്ലാസിൻ്റെ ചുമരിൻ്റെ സൈഡിൽ ക്രാക്ക് ഉണ്ടായി പോലും, പക്ഷേ അവിടെ ഫുൾ ക്യാമറകൾ ഉണ്ടായിട്ടും എന്താണ് അത് എന്ന് കണ്ടെത്താനായിട്ട് ആരെക്കൊണ്ടും സാധിച്ചില്ല എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുമ്പോഴും എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല? കാരണം സ്ഥൂലമായിരിക്കുന്ന ഒരു വസ്തുവിലൂടെ സ്ഥൂലമായ ഒന്നിനെ കാണാൻ പറ്റുള്ളൂ, പക്ഷേ അകക്കണ്ണുകൊണ്ട്. ഈ അകക്കണ്ണ് എന്ന് പറയുമ്പോൾ ഇത് എന്താണാവോ എന്നൊക്കെ പലരും വിചാരിക്കും. ഞാൻ സിമ്പിളായി പറഞ്ഞു തരട്ടെ, നിങ്ങൾ സ്വപ്നം കാണാറില്ലേ? സ്വപ്നം കാണുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മാർക്കറ്റിങ്ങിന് പോകാൻ വന്ന നമ്മുടെ ഫ്രണ്ടിനോട് പിറ്റേ ദിവസം ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ പോയപ്പോഴേന്ന് ചോദിച്ചാൽ അവർക്ക് അറിയോ? ഇല്ല, നിങ്ങൾ മാത്രം കണ്ട ദൃശ്യമാണത്. കണ്ണ് അടച്ചു കിടക്കുമ്പോഴും കണ്ട ദൃശ്യമാണത്. ഏത് കണ്ണുകൊണ്ടാണ്? അകക്കണ്ണുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഞാൻ ഇത് പറഞ്ഞുതരാൻ കാരണം സ്വപ്നം കാണും പോലെ കണ്ണടച്ചിരുന്ന് കാണാനല്ല, ബട്ട് ആക്ച്വലി എല്ലാവർക്കും ആ ഒരു കണ്ണുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. കണ്ണ് തുറന്നുകൊണ്ടും നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മിക്കാം, അഥവാ വരാൻ പോകുന്ന ഭാവി കാലത്തിനെ കാണാം. ഇങ്ങനെ അകക്കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ സാധിക്കുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ചൈതന്യ പ്രകാശമാണ് ഞാൻ എന്ന ആത്മ. ഈ ഭ്രൂമധ്യത്തിൽ ഈശ്വരനും ചൈതന്യമാണ്, പ്രകാശമാണ്, എല്ലാ ഗുണങ്ങളുടെ സാഗരമാണ്. അതുകൊണ്ട് നമ്മളുടെ ഓരോ സിസ്റ്റങ്ങളും ഓരോ വാല്യൂസിലാണ്. എന്നുവെച്ചാൽ അർത്ഥം ആത്മാവിൻ്റെ ഉള്ളിലെ ശാന്തി എന്ന വാല്യൂസ് കൊണ്ട് സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ലങ്സ്, സ്നേഹം കൊണ്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഹാർട്ട്, ഹാപ്പിനെസ് കൊണ്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡൈജഷൻ സിസ്റ്റം, ആത്മാവിലെ ശക്തി കൊണ്ട് നമ്മുടെ സ്കെലിട്ടൺ ആൻഡ് മസിൽ പവർ എന്ന് പറയുന്നത്, പ്യൂരിറ്റി ആത്മാവിൻ്റെ ശരീരത്തിലെ റെസിസ്റ്റൻസ് പവറായിട്ട് പ്രവർത്തിക്കും. ഇങ്ങനെ നോക്കി ആത്മാവിലെ 7 ഗുണങ്ങൾ കൊണ്ട് റിലേറ്റഡ് ആണ് ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ 7 നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരൊറ്റ കിരണം, പരമാത്മാവിൻ്റെ ആ ശക്തി, ആ വെള്ളി നക്ഷത്രം പോലെ അതിതീവ്രമായ പ്രകാശത്തോടെ നിൽക്കുന്ന ആ പരം ജ്യോതിയെ തൻ്റെ തലയ്ക്ക് മേലെ വന്ന് നിൽക്കുന്നതായിട്ടൊന്ന് അനുഭവം ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീൽ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് അടുത്തതായിട്ട് ആ മെഡിറ്റേഷന് വേണ്ട കമൻട്രി 2 മിനിറ്റ് സമയത്തേക്ക് പറഞ്ഞുതരാം. നിങ്ങളും ഇത് കേൾക്കുന്ന സമയത്ത് ഒപ്പം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നുകിൽ കസേരയിൽ അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ചമ്രം പടിഞ്ഞിരിക്കാൻ സാധിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ കസേരയിലാണെങ്കിലും നടു നിവർന്നിരുന്നു കൊണ്ട് നിങ്ങളുടെ കൈകളെ കാലുകളിൽ വിശ്രമിക്കുന്ന അവസ്ഥയിൽ വെച്ചുകൊണ്ട്
കഴിയുന്നത്ര നിങ്ങളുടെ ഏകാഗ്രത ഈ പറയുന്ന ദൃശ്യത്തിലേക്ക് ബുദ്ധി കൊണ്ട് കാണാനും മനസ്സുകൊണ്ട് ഫീൽ ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ ഈ കമൻറ്റ് നിങ്ങളെ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും. കഴിയുമെങ്കിൽ കൂടെ ശ്രമിച്ചു നോക്കൂ. ഞാൻ ആത്മാ ഈ ശരീരത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ അതിസൂക്ഷ്മമായ വെള്ളി നക്ഷത്രം പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അകക്കണ്ണുകൊണ്ട് എൻ്റെ അവിനാശിയായ ഗുണങ്ങളാൽ സമ്പന്നമായ പ്രകാശം കൊണ്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ആന്തരിക വ്യക്തിത്വത്തെ, എൻ്റെ സ്വന്തം സ്വരൂപത്തെ ഞാൻ കാണുകയാണ്. തലയ്ക്ക് മുകളിൽ മറ്റൊരു വെള്ളി നക്ഷത്രം പോലെ അതിമനോഹരമായ പ്രകാശസ്വരൂപത്തിൽ പരമാത്മ ചൈതന്യത്തെ ദർശിച്ചാലും ഈ ശരീരത്തിലെ ഓരോ കോശങ്ങൾ പോലും പരമാത്മ ചൈതന്യത്താൽ പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ പൂർണ്ണമായ ആരോഗ്യം നിറഞ്ഞ ശക്തിശാലിയായി മാറിയിരിക്കുന്നു. എൻ്റെ എല്ലാ സിസ്റ്റങ്ങളും സമ്പൂർണ്ണ ആരോഗ്യത്തെ പ്രാപിക്കുന്നു. എൻ്റെ എല്ലാ മസിലുകളും ശക്തിശാലിയായി മാറുന്നു. ശരീരത്തിലെ അസ്ഥികൾ പൂർണ്ണ ആരോഗ്യദായകമാകുന്നു. എൻ്റെ ശരീരം പ്രകാശ ശരീരം പോലെ സുതാര്യമായ സുന്ദരമായ സമ്പൂർണ്ണ ആരോഗ്യമുള്ള ശരീരമായി മാറിയിരിക്കുന്നു. ഞാൻ ആത്മാ ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി മാറിയിരിക്കുന്നു. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാണ്. ഈ അനുഭവം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ വെള്ളി വെളിച്ചം ശരീരം മുഴുവൻ ബ്രൈറ്റാക്കി മാറ്റി പരമാവധി നിങ്ങളിന്ന് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഈ അനുഭവം നിങ്ങൾ എത്ര കൂടുതൽ ചെയ്യുന്നു അത്രയും നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് മാറും. ഇത് പ്രാക്ടീസ് ചെയ്യുന്നു, അനുഭവം ചെയ്യുന്നതായിട്ടുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീബ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ BK ഷീബ എന്ന ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ
മറക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.